വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ 30 ദിവസത്തെ നോമ്പുകാലത്തിന് നാളെ മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ തുടക്കമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാൻ വ്രതാരംഭത്തിന് തുടക്കമാണ്. സൗദിയിലും ഒമാനിലും ഇന്ന് മാസപ്പിറവി ദൃശ്യമായി. ഇന്ന് രാത്രി മുതൽ പ്രത്യേക പ്രാർത്ഥനകൾക്കും തുടക്കമായി. മക്ക, മദീന, ഹറമിലും വിപുലമായ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഗൾഫിലെ റമദാൻ ഒരുക്കങ്ങളുടെ വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ സൗദിയിൽ നിന്ന് ചേരും. അഫ്താബിന്റെ റിപ്പോർട്ടിലേക്ക്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ആ നിലക്ക് വിശുദ്ധ ഖുർആനുമായും ഒപ്പം തന്നെ ദൈവത്തോടും കൂടുതൽ അടുക്കുവാനുള്ള സമയമായിട്ടാണ് വിശ്വാസികൾ റമദാനെ കാണുന്നത്. ഇന്ന് സൗദിയിലെ തുമേറിലും ഒപ്പം തന്നെ മജ്മയിലുമാണ് മാസപ്പിറവി ദൃശ്യമായിട്ടുള്ളത്. നേരത്തെ വലിയ തോതിലുള്ള മേഘാവൃതമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടങ്ങളിൽ ഒരു പക്ഷേ മാസപ്പിറവി കാണാനിടയില്ല എന്നുള്ള രൂപത്തിൽ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ വാനനിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സ്ഥിതി ഒരു പക്ഷേ മെച്ചപ്പെടാനിടയും അതിനുശേഷം ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്നുള്ള അറിയിപ്പ് വന്നു. ഇതിന് പിന്നാലെയാണ് മാസപ്പിറവിയുടെ ഭാഗമായിട്ടുള്ള സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ചന്ദ്രോദയം വ്യക്തമാകുന്നത്. അതോടുകൂടി തന്നെ മാസപ്പിറവിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം സൗദിയിലെ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇനിയുള്ള ഒരു മാസക്കാലം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തോടും ഖുർആനുമായും എല്ലാം കൂടുതൽ അടുക്കുവാനുള്ള സമയമായിട്ടാണ് അവർ കരുതുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവതരിച്ച മാസമായതുകൊണ്ട് തന്നെ അത് കൂടുതലായി പാരായണം ചെയ്യുകയും പള്ളികളിലും മറ്റും കൂടുതൽ സമയം ദൈർഘ്യമേറിയ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഏർപ്പെടുകയും ചെയ്യും. സൗദിയെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയായതിനാൽ ഏറ്റവും കൂടുതൽ വിശ്വാസി പ്രവാഹം, ഹജ്ജിനേക്കാൾ കൂടുതൽ വിശ്വാസി പ്രവാഹം മക്കയിലേക്കും മദീനയിലേക്കും ഉണ്ടാകുന്ന മാസമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ സജ്ജീകരണവും സൈനിക വിന്യാസവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 5000-ലേറെ സൈനികരെ മക്കയിൽ മാത്രം വിശ്വാസികളുടെ സേവനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ വിശുദ്ധ റമദാനിൽ സൗദിയിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും എല്ലാം എത്തുന്ന വിശ്വാസികൾക്ക് അനായാസം ഹറമിലേക്ക് എത്തുവാനും മടങ്ങിപ്പോകുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ രാത്രി നമസ്കാരങ്ങളുണ്ട്, തറാവീഹ് നമസ്കാരങ്ങളുണ്ട്. ദൈർഘ്യമേറിയ ഖുർആൻ പാരായണവുമായി ഈ നമസ്കാരങ്ങൾ രാത്രിയിലുടനീളം തുടരുകയും ചെയ്യും. റമദാന്റെ അവസാന ദിനങ്ങളിലാണ് പള്ളികളിൽ കൂടുതൽ സമയം വിശ്വാസികൾ ചിലവഴിക്കുക. അത് കണക്കാക്കിക്കൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കുമുള്ള പെർമിറ്റുകൾ വരും ദിനങ്ങളിൽ അനുവദിക്കുകയും ചെയ്യും. വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഏറ്റവും കൂടുതൽ വിപണിയിൽ തിരക്കേറുന്ന ഒരു സമയം കൂടിയാണ് റമദാൻ. ആളുകൾ കൂടുതലായി വസ്തുക്കൾ വാങ്ങുകയും പരസ്പരം മോശം അവസ്ഥയിലുള്ള സാമ്പത്തികമായി പിന്നോക്കമായവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. അതുകൊണ്ട് തന്നെ വിപണിയിൽ ആവശ്യമായ വസ്തുക്കൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഈ തരത്തിൽ വിപണിയിൽ പരിശോധനകളും നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഫലസ്തീനാണ്. ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് ഇത്തവണ വെടിനിർത്തലിലാണ് ഗസയിലേക്ക് ഈ നോമ്പ് കാലം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് പരമാവധി സഹായം എത്തിക്കുവാൻ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കണ്ടെയ്നറുകൾ ഈജിപ്ത് വഴി ഗസയിലേക്ക് പ്രവേശിക്കാനായി എത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ ചുറ്റുമുള്ളവരെ സഹായിക്കുന്ന, ചുറ്റുമുള്ളവർക്ക് പരമാവധി സേവനം ചെയ്യുന്ന, ഒപ്പം തന്നെ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മാസം എന്നുള്ള നിലക്ക് വിശ്വാസികൾ അവരുടെ ആത്മീയ ആഘോഷമായിട്ട് കൂടിയാണ് റമദാനെ സ്വീകരിക്കുന്നത്. ആ തരത്തിൽ സ്വീകരിക്കാൻ വേണ്ടി വിശ്വാസികൾ മാനസികമായും ഒപ്പം തന്നെ പള്ളികളിലേക്കുമെല്ലാം തിരിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നിപ്പോൾ മക്കയിലും മദീനയിലും പ്രാർത്ഥനകളുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പണ്ഡിത ശ്രേഷ്ഠരായിരിക്കും അതിന് നേതൃത്വം നൽകുക. അതിൻ്റെ പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇവരായിരിക്കും പള്ളികളിൽ രാത്രി നമസ്കാരങ്ങൾക്കും മറ്റും നേതൃത്വം നൽകുകയും ചെയ്യുക. ഈ തരത്തിൽ റമദാനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാനും ഒപ്പം തന്നെ വിശ്വാസികൾക്ക് അനായാസം പള്ളികളിലേക്കും മറ്റും എത്തുവാനുമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ റമദാന്റെ ഭാഗമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ രീതിയിൽ പലപ്പോഴും ഒമാൻ GCC രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മാസപ്പിറവി അവരുമായി ഒത്തുചേരാത്ത രൂപത്തിലായിരിക്കും പലപ്പോഴും വരാറുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു സമയത്തായിരിക്കും അവിടെ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ ഒമാനിൽ കൂടി മാസപ്പിറവി ഇതേ ദിവസം തന്നെ കണ്ടിട്ടുണ്ട്. ആ നിലക്ക് മുഴുവൻ GCC രാഷ്ട്രങ്ങളും ഒരേ മനസ്സോടു കൂടി ഒരേ രീതിയിലാണ് ഇത്തവണ റമദാനെ സ്വീകരിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഇത്തവണയും ഉണ്ട്. റമദാനോടനുബന്ധിച്ച് സൗദിയിലെ റിയാദ് മെട്രോ രാത്രി 2 മണിവരെ സർവീസ് നടത്തും. വെള്ളിയാഴ്ചകളിൽ സേവനം 3 മണിവരെ ആയിരിക്കും. ഹറമൈൻ ട്രെയിനുകളും കൂടുതൽ സർവീസ് ലഭ്യമാക്കും. റിയാദ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്.
റമദാനുമായി ബന്ധപ്പെട്ടാണ് റിയാദ് മെട്രോ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത്. ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി 2 വരെ സേവനം ലഭ്യമാകും. വെള്ളിയാഴ്ച രാവിലെ സേവനം ലഭ്യമാകില്ല. ഉച്ചക്ക് 12 മുതൽ പുലർച്ചെ 3 വരെയായിരിക്കും ഈ ദിവസത്തെ സേവനം. രാവിലെ 10 മുതൽ രാത്രി 2 വരെയായിരിക്കും ശനിയാഴ്ചകളിൽ മെട്രോ ഓടുക. മുഴുവൻ ലൈനുകളിലും മാറ്റങ്ങൾ ബാധകമാകും. റമദാനുമായി ബന്ധപ്പെട്ട് റിയാദ് ബസ് സർവീസുകൾക്കും മാറ്റമുണ്ട്. രാവിലെ 6:30 മുതൽ പുലർച്ചെ 3 വരെ സേവനം ലഭ്യമാകും. തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹറമേൻ ട്രെയിനുകളുടെ എണ്ണവും റമദാനുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സൗദി റെയിൽവേ അതോറിറ്റി അറിയിച്ചു. 3410 ട്രെയിനുകളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. റമദാന്റെ ആദ്യവാരത്തിൽ മക്ക, മദീന എന്നിവയെ ബന്ധിപ്പിക്കുന്ന 100 സർവീസുകൾ ലഭ്യമാകും. റമദാൻ 14ഓടെ ഇത് 120ആയും ഉയർത്തും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയിലേക്ക് 6000 ടൺ അവശ്യവസ്തുക്കളുമായി UAEയുടെ സഹായ കപ്പൽ പുറപ്പെട്ടു. റമദാൻ മുന്നോടിയായാണ് ഫലസ്തീൻ ജനതയ്ക്കുള്ള UAEയുടെ സഹായഹസ്തം. ഗസയിലേക്ക് UAE ഇതുവരെ അയച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സഹായ കപ്പലാണ് വെള്ളിയാഴ്ച രാവിലെ ദുബൈ അൽഹംറിയ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടത്. ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ വസ്തുക്കളടക്കം 5820 ടൺ സഹായമാണ് കപ്പലിലുള്ളത്. മാർച്ച് 2-ാം വാരത്തിൽ കപ്പൽ ഈജിപ്തിലെ അൽ അരീഷ് തുറമുഖത്തെത്തും. അവിടെ നിന്ന് റഫ അതിർത്തി വഴിയാണ് സഹായങ്ങൾ ഗസയിലെത്തുക. ഗസക്കായി ഹംറിയ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന 7ാമത്തെ കപ്പലാണിത്. ഗസയിലെ സഹായ ദൗത്യത്തിനായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഷിവൽറസ് നൈത്രിയുടെ ഭാഗമായി 4 സഹായ വിമാനങ്ങൾ കൂടി ഈ ആഴ്ച അൽ അരീഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. റമദാൻ മാസത്തിന് വേണ്ട അവശ്യ വസ്തുക്കളടക്കം 1442 ടൺ സഹായമാണ് വിമാനങ്ങളിലുള്ളത്. ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും കൂടെ നിന്ന ചരിത്രമാണ് UAEയുടേതെന്ന് കപ്പലിനെ സ്വാഗതം ചെയ്ത് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് സെക്രട്ടറി ജനറൽ ഹമൂദ് അൽ ജുനൈബി പ്രതികരിച്ചു. ഇതോടെ UAEയുടെ സഹായം 60,000 ടൺ കവിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം UAEയുടെ 100-ലധികം ട്രക്കുകളാണ് ഗസയിൽ പ്രവേശിച്ചത്. ഭക്ഷണം, ടെന്റുകൾ, മരുന്നുകൾ അടക്കം വിതരണം ചെയ്തത് 1500-ലേറെ ടൺ അവശ്യ വസ്തുക്കൾ. വടക്കൻ സീനായി പ്രവിശ്യയിലെ അൽ അരീഷ് നഗരത്തിലാണ് സഹായങ്ങളുടെ ഏകോപനം. ഗസയ്ക്കുള്ളിൽ റെഡ് ക്രോസ് അടക്കമുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങളുമായി ചേർന്നാണ് UAEയുടെ പ്രവർത്തനം. മീഡിയ 1, ദുബായ്. UAEയിൽ നാളെ മുതൽ ഇന്ധനവില കുറയും. പെട്രോൾ വിലയിൽ ലിറ്ററിന് 2 ഫിൽസ് വരെ കുറവുണ്ടാകും. ഡീസൽ വില ലിറ്ററിന് 5 ഫിൽസ് കുറയും. UAE ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ധനവില നിർണയ സമിതിയാണ് മാർച്ചിലെ ഇന്ധനവില പ്രഖ്യാപിച്ചത്. നിലവിൽ ലിറ്ററിന് 2 ദിർഹം 74 ഫിൽസ് വിലയുള്ള സൂപ്പർ പെട്രോളിന്റെ വില 2 ദിർഹം 73 ഫിൽസായി കുറയും. സ്പെഷ്യൽ പെട്രോളിന്റെ വില 2 ഫിൽസ് കുറഞ്ഞ് 2 ദിർഹം 61 ഫിൽസാകും. നിലവിൽ 2 ദിർഹം 63 ഫിൽസാണ് സ്പെഷ്യൽ പെട്രോളിന്റെ വില. E+ പെട്രോളിന്റെ വില 2 ദിർഹം 55 ഫിൽസിൽ നിന്ന് 2 ദിർഹം 54 ഫിൽസായി കുറയും. ഡീസൽ വില ലിറ്ററിന് 5 ഫിൽസ് കുറച്ചപ്പോൾ നിരക്ക് 2 ദിർഹം 82 ഫിൽസിൽ നിന്ന് 2 ദിർഹം 77 ഫിൽസായി കുറയും. മീഡിയ 1, ദുബായ്. വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം മസ്കത്തിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് തുറന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം. അൽകൂദ് പാലം മുതൽ സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി വരെയുള്ള റോഡിൽ സമീപ മാസങ്ങളിൽ മുനിസിപ്പാലിറ്റി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മസ്കത്ത് ഗവർണറേറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. മിഡിസ്റ്റ് അവർ തുടരുന്നു. അപൂർവ കരൾ രോഗത്തിന് നൂതന ചികിത്സ വിജയിപ്പിച്ച് അബുദാബിയിലെ മലയാളി ഡോക്ടർ. 10 ലക്ഷത്തിൽ 5 പേർക്ക് മാത്രം ബാധിക്കുന്ന അപൂർവ രോഗത്തിന് UAEയിൽ ആദ്യമായാണ് വില കൂടിയ മരുന്നുപയോഗിച്ച് ചികിത്സ ലഭ്യമാക്കുന്നത്. പെരിന്തൽമണ്ണ സ്വദേശിയായ ഡോക്ടർ നിയാസ് ഖാലിദാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. കരളിൽ വിഷമെറ്റബോളൈറ്റുകൾ രൂപപ്പെടുന്ന അപൂർവ രോഗവുമായി ചികിത്സയ്ക്കെത്തിയ 21-കാരനായ സ്വദേശി യുവാവിലാണ് നൂതന ചികിത്സ വിജയിപ്പിച്ചത്. അബുദാബി ആരോഗ്യവകുപ്പിന്റെ പിന്തുണയോടെ അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലാണ് അക്യൂട്ട് ഇന്റർമിറ്റന്റ് ഹെപ്പാറ്റിക് പോർഫിറിയ എന്ന അപൂർവ രോഗത്തിന് ചികിത്സ ലഭ്യമാക്കിയത്. ഡോസിന് 45 ലക്ഷം രൂപ വില വരുന്ന മരുന്ന് UAEയിലെത്തിച്ച് മാസത്തിൽ 1 എന്ന നിലയിൽ രോഗിക്ക് നൽകാൻ നടപടികൾ സ്വീകരിച്ചു. രോഗനിർണയം വേഗത്തിലാക്കാൻ കഴിഞ്ഞതാണ് ചികിത്സയിൽ വഴിത്തിരിവായത്. Mohammed became the first patient in the UAE to receive this innovative treatment, which is administered as a monthly injection. This marked a turning point in his life. Since starting the treatment, his symptoms have reduced significantly
his quality of life has improved, and the number of attacks has drastically decreased. അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ ഡോക്ടർ നിയാസ് ഖാലിദ്. 1.5 വർഷമായി രോഗത്തിന് ചികിത്സ തേടിയിരുന്ന യുവാവിന് ആദ്യ ഡോസിൽ തന്നെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി. രാജ്യത്തെ അംഗീകൃത മരുന്നുകളുടെ പട്ടികയിൽ ഗിവോസിറാൻ എന്ന മരുന്ന് ഔദ്യോഗികമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് കൂടുതൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ വഴിയൊരുക്കുമെന്നും ഇത്തരം നൂതന ചികിത്സയുടെ മേഖലയിൽ അബുദാബി മുന്നേറുകയാണെന്നും ഡോക്ടർ നിയാസ് ഖാലിദ് പറഞ്ഞു. മീഡിയ 1 അബുദാബി. ബിസിനസ് കൺസൾട്ടിംഗ് സ്ഥാപനമായ അനലറ്റിക്സ് അറേബ്യയുടെ പുതിയ ഓഫീസിന് റിയാദിൽ തുടക്കമായി. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. റിയാദിലെ ബിസിനസ് സംരംഭകരും ചടങ്ങിൽ പങ്കെടുത്തു. അനലറ്റിക്സ് അറേബ്യയുടെ പുതിയ ഓഫീസിനാണ് റിയാദിൽ തുടക്കമായത്. ബിസിനസ് മേഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സ്ഥാപനം. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ റിയാദിലെ ബിസിനസ് സംരംഭകരും പങ്കെടുത്തു. അനലറ്റിക്സ് സ്ഥാപകൻ ഷിജു എസ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ നിഷാദ് അബ്ദുറഹ്മാൻ, സിഇഒ ഷിൽജാസ് എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. അനലറ്റിക്സിന്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാനിന്റെ പാർട്ടായിട്ട് സൗദി അറേബ്യയിലേക്ക് ധാരാളം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു മൈൽ സ്റ്റോൺ ആണ് ഞങ്ങളിപ്പം കവർ ചെയ്തിരിക്കുന്നത്. ഇതുമൂലം ഞങ്ങൾക്ക് ധാരാളം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഈസി ചാനൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ് എന്നിവയ്ക്ക് പുറമെ ബിസിനസ് ഇൻക്യുബേഷൻ, ലീഗൽ കൺസൾട്ടിംഗ് തുടങ്ങി പുതിയ സേവനങ്ങളും ലഭ്യമാക്കും. സംരംഭകർക്ക് സൗദിയിൽ ബിസിനസ് എളുപ്പത്തിൽ ആരംഭിക്കാനും വിപുലീകരിക്കാനും ഇത് സഹായിക്കും. കൂടുതൽ ക്ലയൻറ്റിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ സ്പേസും ഓപ്പർച്യൂണിറ്റിയും കൂടുതൽ ടീം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇപ്പം 2000 മുകളിൽ കമ്പനിക്ക് സർവീസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ദുബായ്, ഖത്തർ, ഇന്ത്യ, ചൈന തുടങ്ങിയ ബ്രാഞ്ചുകളിലെ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. മീഡിയ 1 റിയാദ്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യവ്യാപക ശുചീകരണ ക്യാമ്പയിനുമായി കുവൈത്ത് മുനിസിപ്പാലിറ്റി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തെരുവുകളിൽ മാലിന്യങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി അധികൃതർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും കൊടും തണുപ്പിനെ അവഗണിച്ച് ആയിരക്കണക്കിന് സ്വദേശികളും പ്രവാസികളുമാണ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ആഘോഷ ദിനങ്ങളിൽ അധികൃതരുമായി സഹകരിച്ച സ്വദേശികളെയും പ്രവാസികളെയും ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. കുവൈറ്റിലെ ഫഹാഹിൽ എക്സ്പ്രസ് വേയിലെ 3 പാതകൾ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നു. ഫഹാഹിലേക്കുള്ള 3 വരി പാതകൾ അടച്ചിടുന്നതായി പൊതുഗതാഗത വകുപ്പ് അറിയിച്ചു. 5th റിംഗ് റോഡിലെ ബയാൻ, റുമൈത്തിയ പ്രദേശങ്ങളുടെ ഇന്റർസെക്ഷൻ വരെയാണ് അടച്ചിടുക. ഫെബ്രുവരി 26 ബുധനാഴ്ച ആരംഭിച്ച അറ്റകുറ്റപ്പണി മാർച്ച് 2 ഞായറാഴ്ച അവസാനിക്കും. അടച്ചിടൽ സമയത്ത് തിരക്കൊഴിവാക്കാൻ ഡ്രൈവർമാർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കാനും ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 5 നടക്കുന്ന ഓപ്പൺ ഹൗസിൽ കോൺസുലർ ഓഫീസർമാരോടൊപ്പം അംബാസിഡറും പങ്കെടുക്കും. പ്രവാസികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും ഉന്നയിക്കാൻ അവസരം ലഭിക്കും. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് അബ്ബാസിയയിലെ BLS ഔട്ട്സോഴ്സ് കേന്ദ്രത്തിലാണ് പരിപാടി. രാവിലെ 10 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. കുവൈത്ത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുവൈത്ത് KMCC മെഡിക്കൽ വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ നടന്ന ക്യാമ്പിൽ നിരവധി അംഗങ്ങൾ രക്തം ദാനം ചെയ്തു. ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ മെഡിക്കൽ ഓഫീസർ ഖാലിദ് അൽ ഫഹദ് കുവൈത്ത് KMCC മെഡിക്കൽ വിങ്ങിനെ അഭിനന്ദിച്ചു. KMCC കേന്ദ്ര ഭാരവാഹികളായ ഇക്ബാൽ മാവിലാടം, മുസ്തഫ കാരി, ഹാരിസ് വള്ളിയോത്ത്, മെഡിക്കൽ വിംഗ് ഭാരവാഹികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മാർത്തോമ ചർച്ച് ഇൻ ഒമാൻ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മാർച്ച് 1 നടക്കും. 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് റൂബി സെന്റ് തോമസ് ദേവാലയം വേദിയാകും. പൊതുസമ്മേളനം മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 22ാമത് മെത്രാപ്പോലിത്തയും സഭയുടെ പരമാധ്യക്ഷനുമായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് മുഖ്യാതിഥിയാകും. പ്രധാനപ്പെട്ട ഒരു കാര്യം, മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയും മാർത്തോമ ചർച്ച് ഇൻ ഒമാനും 25 വർഷമായി ഒരുമിച്ചാണ് ഒരു പള്ളിയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള 2 സഭകളാണ്. എന്നാൽ എല്ലാ ക്രൈസ്തവ സഭകൾക്കും മാതൃകയായി എൻ്റെ വിചാരം, വിദേശത്ത് ഇങ്ങനെ ഒരുമിച്ചൊരു എക്യുമെനിക്കൽ കൂട്ടായ്മയിൽ ഒരുമിച്ച് ആരാധിക്കുക എന്ന് പറയുന്നത്
അത് വലിയൊരു സാക്ഷ്യമായിട്ടാണ് കാണുന്നത്. ഒമാനിൽ പൊതുഗതാഗതത്തിന് പ്രിയമേറുന്നതായി കണക്കുകൾ. ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്ത് ബസ് ഫെറി സർവീസുകളിലായി 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 47 ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്തെന്നാണ് കണക്ക്. യാത്രക്കാരിൽ 73.11% വിദേശികളാണ്. 94.85% ദേശീയ ഗതാഗത കമ്പനിയിലെ സ്വദേശിവൽക്കരണം. എജു വിസ്ഡം അക്കാദമി അബുദാബിയിൽ സംഘടിപ്പിക്കുന്ന എജു കോൺക്ലേവ് 2025 ലോഗോ പ്രകാശനവും പ്രഖ്യാപന സമ്മേളനവും നടന്നു. ഹംദാൻ സ്ട്രീറ്റ് ഡി സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷബീർ EK, മാനേജിംഗ് പാർട്ട്ണർമാരായ ഖാലിദ് എൻജോയ്, ഡോക്ടർ മുഹമ്മദ് റാഫി, മുഹമ്മദ് ഷഹീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 12-നാണ് എജു കോൺക്ലേവ്. വീണ്ടും ഗൾഫ് വാർത്തകളിലേക്ക്. റിസാല സ്റ്റഡി സർക്കിൾ കുവൈത്ത് നാഷണൽ 2025-26 കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടി റഫീഖ് കൊച്ചനൂർ ഉദ്ഘാടനം ചെയ്തു. ഹാരിസ് പുറത്തിൽ അധ്യക്ഷത വഹിച്ചു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ അബ്ബാസിയ ബ്രാഞ്ച് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പ്രത്യേക വടംവലിയും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. VK നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയർ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ചെയർമാൻ MP അബ്ദുൽ സലാം, മുനീർ കുനിയ, PPP സലീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. UAE-യുടെ കാർഷിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച് ലുലു ഗ്രൂപ്പിന് ആദരം. ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അഗ്രികൾച്ചറൽ എക്സലൻസ് പുരസ്കാരം ലുലുവിന് സമ്മാനിച്ചു. അബുദാബി എമിറേറ്റ്സ് പാലസിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻ അബ്ദുള്ള അൽ ദഹക്കിൽ നിന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി അവാർഡ് ഏറ്റുവാങ്ങി. ജിദ്ദയിൽ നടന്ന റിയൽ കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയ് മസാല BFC ടീം ചാമ്പ്യന്മാരായി. ഫൈനലിൽ റീം അൽ ഉലായാംബുവിനെ പരാജയപ്പെടുത്തിയാണ് BFC ടീമിന്റെ വിജയം. 3 ആഴ്ചകളായി നടന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. ജൂനിയർ വിഭാഗത്തിൽ സ്പോർട്ടിംഗ് യുണൈറ്റഡും വെറ്ററൻസ് വിഭാഗത്തിൽ ഫ്രൈഡേ ജിദ്ദ FCയും ജേതാക്കളായി. അന്തരിച്ച ഖത്തർ KMCC നേതാവ് K മുഹമ്മദ് ഈസയുടെ ഓർമ്മകളുമായി സ്മരണിക പുറത്തിറക്കാൻ ഖത്തർ KMCC. കലാ കായിക ജീവകാരുണ്യ മേഖലയിലെ ഇടപെടലുകളും വ്യക്തിജീവിതവും അടയാളപ്പെടുത്തുന്ന രീതിയിലായിരിക്കും പുസ്തകം ഒരുക്കുക. സ്മരണികയിലേക്ക് ഉപയോഗപ്പെടുത്താവുന്ന വിവരങ്ങൾ കൈവശമുള്ളവർ മാർച്ച് 30-ന് മുമ്പായി ഖത്തർ KMCCക്ക് കൈമാറണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ KMCC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ്, ജനറൽ സെക്രട്ടറി സലീം നാലകത്ത്, ട്രഷറർ PSM ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകോത്തര ബ്രാൻഡുകളുടെ സൗദിയിലെയും GCCയിലെയും വിൽപ്പനക്കാരായ വേൾഡ് ബ്രാൻഡ് ആൻഡ് ബ്രാൻഡ് സൂക്കിന്റെ പുതിയ ഔട്ട്ലെറ്റ് ദമാമിൽ പ്രവർത്തനം തുടങ്ങി. ബ്രാൻഡഡ് ഫുട്വെയറുകൾ, പെർഫ്യൂം, ട്രാവൽ ബാഗ്സ്, ആക്സസറീസുകൾ എന്നിവയുടെ വൻ ശേഖരവുമായാണ് ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങിയത്. വമ്പിച്ച വിലക്കുറവും പ്രത്യേക ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. ലോകോത്തര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരവുമായി വേൾഡ് ബ്രാൻഡിന്റെ പുതിയ ഔട്ട്ലെറ്റ് ബ്രാൻഡ് സൂക്ക് ദമാമിൽ പ്രവർത്തനം ആരംഭിച്ചു. കാലിദിയ ഏരിയയിലെ സൽമാൻ അൽഫാരിസ് സ്ട്രീറ്റിലാണ് പ്രവർത്തനം. ബ്രാൻഡഡ് ഫുട്വെയറുകൾ, പെർഫ്യൂമുകൾ, ട്രാവൽസ് ബാഗ്, ആക്സസറീസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിലും പ്രത്യേക ഓഫറിലും ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. വെയർഹൌസ് സെയിൽസ് മാതൃകയിലാണ് പ്രവർത്തനം. We are dealing with the international brands. Like we have amazing brands with unbelievable prices. All over the world, if you'll just check the brands that we have it here, you'll find it outside with not good prices or just expensive. But here we have with killer prices, and we have like weekly offers, you know, and weekly we have new products. As you can see, we have different brands. We have Skechers, we have US Polo, we have Lumberjack, Polo Ralph Lauren, Michael Kors, and also we have Abros, Navigear, and Liberty. All these brands, you can find it here. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കില്ലർ ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. 3 ജോഡി ബ്രാൻഡഡ് ഷൂസുകൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് 399 റിയാലിന് സ്വന്തമാക്കാൻ അവസരമുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു. അപ്പോൾ ഷൂവിൻ്റെ ഒരു ഹോൾസെയിൽ സെയിൽ നടക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നല്ല ഒത്തിരി ക്രൗഡ് ഉണ്ട്. ഭയങ്കര എല്ലാവരും നല്ല പർച്ചേസിങ്ങും നല്ല ചീപ്പ് റേറ്റിൽ നല്ല ഒറിജിനൽ ബ്രാൻഡഡ് ഐറ്റംസ് കൊടുക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും കൂട്ടുകാരൊക്കെ ഓരോന്ന് ലംബർജാക്ക് വാങ്ങി, അതേപോലെ US പോളോൻ്റെ ഷൂ വാങ്ങി, എല്ലാവരും ഇവനും എടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല അടിപൊളി ഒരു ഷോപ്പിംഗ് ആണ്, എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഗ്രൂപ്പിന്റെ സൗദിയിലെ 3ാമത്തെയും GCCയിലെ 8ാമത്തെയും ഔട്ട്ലെറ്റാണ് ദമാമിൽ ആരംഭിച്ചത്.
So the shoes are really nice, and I guess everyone has to come here and purchase because നമ്മൾ സാധാ ഷൂ കടയിലും മോൾസിലൊക്കെ പോകുമ്പം അധികം ഇത് കിട്ടത്തില്ല, ഷൂസ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്റ്റൈലോ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽസോ ഒന്നും കിട്ടില്ല. സോ ബട്ട് then here everything is available. Whatever you see in mind, everything is available here. So you do have to come and check out. മീഡിയ 1 ദമ്മാം. ദുബായ് അൽ റുവയ്യ ട്രക്ക് വിശ്രമ കേന്ദ്രത്തിന്റെ വികസനം പൂർത്തിയായതായി RTA. നേരത്തെ 40 ട്രക്കുകൾ നിർത്തിയിട്ട് വിശ്രമിക്കാൻ സൗകര്യമുണ്ടായിരുന്നു. ഇവിടെ ഇനി മുതൽ 175 ട്രക്കുകൾ നിർത്തിയിടാൻ സൗകര്യമുണ്ടാകും. ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനും വാഹനങ്ങളുടെ ടയറുകൾ മാറ്റാനും ഒക്കെ ഈ കേന്ദ്രത്തിൽ സൗകര്യമുണ്ടാകും. ബഹ്റൈനിലെ പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സംഘടനയായ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ബിനു ബിജുവിനെ പ്രസിഡന്റായും ബിജു KP ജനറൽ സെക്രട്ടറിയായും ജോസഫ് VM ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. കനിവ് സ്നേഹതീരത്തിന്റെ കുവൈറ്റ് ചാപ്റ്റർ രൂപീകരിച്ചു. റിഗായിലെ ഹോട്ടൽ ഖസർ ഗർണാട്ടയിൽ ചേർന്ന യോഗത്തിൽ ഇസ്മയിൽ തെക്കയിൽ കനിവ് സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. അബ്ദുൽ അസീസ് മാട്ടുവയലിനെ ചെയർമാനായും അബ്ദുൽ അസീസ് ദല്ലയെ ജനറൽ കൺവീനറായും അബു കൊട്ടയിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റമദാൻ സംഗമം സംഘടിപ്പിച്ചു. അഹ്ലൻ വസഹ്ലൻ യാ റമദാൻ എന്ന പേരിൽ റിഗായ് ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഷെയ്ഖ് ഈദ് ഫായിസ് അൽ മുത്തൈരി ഉദ്ഘാടനം ചെയ്തു. ഖുറാനുമായി കൂടുതൽ അടുക്കണമെന്നും വിശുദ്ധമായ ജീവിതത്തിന് വിശ്വാസി സമൂഹം തയ്യാറാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അബ്ദുൽ അസീസ് സലഫി മുഖ്യപ്രഭാഷണം നടത്തി. യൂനുസ് സലീം അധ്യക്ഷനായി. സൗദി റിയാൽ 23 രൂപ 31 പൈസ, UAE ദിർഹം 23 രൂപ 79 പൈസ, ഖത്തർ റിയാൽ 24 രൂപ, ഒമാനി റിയാൽ 227 രൂപ 5 പൈസ, കുവൈറ്റ് ദിനാർ 283 രൂപ 8 പൈസ, ബഹ്റൈൻ ദിനാർ 231 രൂപ 98 പൈസ. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. കുവൈത്ത് കൂടിയ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസ്. ദുബായ് കുറഞ്ഞത് 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയത് 23 ഡിഗ്രി. അബുദാബി 17, 23. മനാമ കുറഞ്ഞ താപനില 20 ഡിഗ്രി, കൂടിയത് 26 ഡിഗ്രി. ദോഹ കുറഞ്ഞ താപനില 11 ഡിഗ്രി, കൂടിയത് 22 ഡിഗ്രി.